ഹലോ ഡിയേഴ്സ്, സാരിയും ഫാഷൻ കോർണറിലേക്ക് ഏവരെയും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഇന്ന് ഈ തമ്പനയിൽ കാണുന്ന പോലെ ഒരു നെക്ക് ഡിസൈനായിട്ട് നമ്മൾ ചെയ്ത് നോക്കാൻ പോകുന്നത്. അപ്പോൾ അതിന് വേണ്ടുന്ന മെഷർമെൻറ്റ് എങ്ങനെയാണ് ചെയ്യുന്നതെന്നാണ് കാണിക്കുന്നത്. ഫ്രണ്ടിലെ നെക്കിന് 3 ഇഞ്ച് ലെങ്ത്തും 3 ഇഞ്ച് വിഡ്ത്താണ് നമ്മൾ മാർക്ക് ചെയ്തിരിക്കുന്നത്. അതിവിടെ നമ്മൾ കാണിക്കുന്നുണ്ട് ഫ്രണ്ടിലെ നെക്ക് പോർഷനാണെന്നുള്ളത് മനസ്സിലാക്കാനും. ഇനി ബാക്കിലെ നെക്കിന് നമ്മൾ വിഡ്ത്തായിട്ട് ആ 3 ഇഞ്ചും ഫ്രണ്ടിൽ കൊടുത്തിരിക്കുന്ന 3 ഇഞ്ചും ലെങ്ത്തായിട്ട് 1/2 ഇഞ്ചാണ് കൊടുത്തിരിക്കുന്നത് നെക്കിൻ്റെ പോർഷനിൽ. അപ്പോൾ അത് നമ്മൾ മാറ്റി വെച്ചതിന് ശേഷം ബാക്ക് പോർഷൻ മാറ്റി വെച്ചതിന് ശേഷം ഫ്രണ്ടിലെ പോർഷൻ തന്നെ എടുത്തിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഫ്രണ്ടിൽ ഒന്ന് മടക്കിയിട്ടതിന് ശേഷം 1/2 ഇഞ്ചിൽ ലെങ്ത്ത് ഒന്ന് മാർക്ക് ചെയ്യാണ്. അവിടെ നമുക്ക് ഫ്രണ്ടിൽ ചെറിയൊരു ഓപ്പണിങ് വരുന്നുണ്ട്. ആ ഓപ്പണിങ്ങിനുള്ളതാണ് കേട്ടോ അവിടെ മാർക്ക് ചെയ്ത് കൊടുത്തിരിക്കുന്നത്. ജസ്റ്റ് ഒന്ന് ഞാൻ അയൺ ചെയ്തെടുക്കുകയാണ് ആ മടക്കിയിട്ടതിന് ശേഷം. ഓക്കെ, അത്രയും കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇനി നമുക്ക് ഫ്രണ്ടിലേക്ക് ചെറിയൊരു പീസ് ആവശ്യമുണ്ട്. അതപ്പോൾ 2 ഇഞ്ച് ലെങ്ത്തിലാണ് ആ റൗണ്ട് കട്ട് ചെയ്തെടുത്തിരിക്കുന്നത്. ക്യാൻവാസിൽ കട്ട് ചെയ്തെടുത്ത് നല്ലൊരു മെറ്റീരിയലിലേക്ക് വെച്ച് നമ്മൾ അയൺ ചെയ്തെടുത്തിരിക്കുകയാണ്. അതവിടെ ഒന്ന് അറ്റാച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഫ്രണ്ട് നെക്കിൻ്റെ പോർഷനിൽ. ജസ്റ്റ് ഒന്നൊരു സ്ട്രേറ്റ് ലൈനായിട്ടാണ് ഞാനിപ്പോൾ സ്റ്റിച്ച് ചെയ്തിരിക്കുന്നത്. പിന്നെ ആ റൗണ്ടിൻ്റെ താഴേക്കായിട്ട് 1/2 ഇഞ്ച് ഗ്യാപ്പിൽ താഴേക്ക് 2 സ്റ്റിച്ച് കൊടുത്തിട്ടുണ്ട്. നമുക്ക് ആ ഫ്രണ്ട് ഒന്ന് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ അതിന് മുന്നായിട്ട് ചെയ്തേക്കുന്നതാണ്. പിന്നെ ആ ക്യാൻവാസിൻ്റെ ആ ഒരു ഷേപ്പിലും ഒന്ന് കട്ട് ചെയ്ത് എടുക്കണം കേട്ടോ സ്റ്റിച്ച് ചെയ്തതിന് ശേഷം. ഈ ഒരു പീസ് നമുക്ക് ആവശ്യമുള്ളതാണ്, പറയാം എന്തിനാന്നുള്ളത്. 2 ഇഞ്ച് വിഡ്ത്താണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അതൊന്ന് കട്ട് ചെയ്ത് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് വെക്കാം. ഫോൾഡ് ചെയ്തിട്ടാണ് 2 ഇഞ്ച് നമ്മൾ വെച്ചിരിക്കുന്നത്. ഓക്കെ, ഇനി നമ്മൾ ഈ ഫ്രണ്ടിൽ 1/2 ഇഞ്ച് ലെങ്ത്തിലൊന്ന് കട്ട് ചെയ്തിരുന്നല്ലോ. ആ കട്ട് ചെയ്തിരിക്കുന്ന പോർഷൻ നമുക്ക് ഫിനിഷ് ചെയ്യണം. ഇനി ആ ക്യാൻവാസിൻ്റെ ആ ഒരു ഷേപ്പിൽ നമ്മളവിടെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ആ ഒരു ഷേപ്പ് ഒന്ന് നമ്മളവിടെ കട്ട് ചെയ്തെടുത്തിട്ട് മറയ്ക്കാവുന്ന രീതിയിലേക്ക് ആക്കി വെച്ചിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ അത് നമുക്കവിടെ മറച്ചു കൊടുക്കാനുള്ളതാണ്. പിന്നെ അടുത്ത ഭാഗമായിട്ട് നമുക്ക് ചെയ്യാനുള്ളത്, നമ്മളിവിടെ നേരത്തെ ഒരു 2 ഇഞ്ച് വിഡ്ത്തിലുള്ളൊരു പീസ് കാണിച്ചല്ലോ. 2 ഇഞ്ച് വിഡ്ത്തിന് നമ്മൾ ഫോൾഡ് ചെയ്ത് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതുപോലൊരു പീസ് നമുക്ക് ആവശ്യമുണ്ട്. അതിനൊന്ന് കട്ട് ചെയ്തിട്ട് നമ്മളൊരു 2.5 ഇഞ്ച് ലെങ്ത്തിലേക്ക് ആക്കി എടുത്തിട്ടുണ്ട്. ആ പീസിനെ നമ്മൾ ഈ കാണുന്ന രീതിയിൽ ഒന്ന് വെച്ച് കൊടുത്തിരിക്കുകയാണ്. ഒരു 1/4 ഇഞ്ച് ഗ്യാപ്പാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. 1/2 ഇഞ്ചാണ് ഒരു പീസ് വെക്കാനായിട്ട് നമുക്ക് ആവശ്യമായിട്ട് അവിടെ വന്നിരിക്കുന്നത് കേട്ടോ. ഗ്യാപ്പിൻ്റെ ആ ഒരു മെഷർമെൻറ്റാണ് ഞാൻ പറഞ്ഞത്. അവിടെ വെച്ചതിന് ശേഷം നമ്മൾ നേരത്തെ കാണിച്ച ആ ഒരു 2 ഇഞ്ചിൻ്റെ പീസ് ഉണ്ടല്ലോ ഫോൾഡ് ചെയ്തെടുത്തേക്കുന്നത്. അപ്പോൾ ഫോൾഡ് എടുത്തപ്പോൾ നമുക്ക് ഒരു 1 ഇഞ്ചിലേക്ക് വന്നിട്ടുണ്ട്. ആ പീസിനൊന്ന് അവിടെ സെറ്റാക്കി കൊടുക്കുകയാണ്. അപ്പോൾ അതിനെ നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കണം. ആ ഒരു ഓപ്പണിങ്ങിൻ്റെ ഒരു പോർഷൻ ഫിനിഷിങ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആ പീസ് ഉപയോഗിക്കുന്നത് കേട്ടോ. അപ്പോൾ അതവിടെ വെച്ച് ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുത്തതിന് ശേഷം ഒന്ന് മേലെ കൂടെ ഒരു ടോപ്പ് സ്റ്റിച്ചും കൂടി നമ്മൾ കൊടുത്തിട്ടുണ്ട് ആ ഒരു പീസിൻ്റെ. അപ്പോൾ ആ ഒരു ഓപ്പണിങ് നമുക്ക് ഫിനിഷ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ്. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ടല്ലോ. ഇപ്പോൾ ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് നമ്മൾ ചെയ്ത് വരുമ്പോൾ നമുക്ക് ഇത് വളരെ ബുദ്ധിമുട്ടായിട്ടൊന്നും തോന്നുന്നില്ല. വളരെ ഈസി ആയിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു നെക്ക് ഡിസൈനായിട്ട് തന്നെ ഉണ്ടല്ലേ. അപ്പോൾ ആ ഫ്രണ്ടിലെ ആ ടോപ്പിലേക്ക് വരുന്ന പീസിനെ നമ്മൾ ഉള്ളിലേക്കൊന്ന് മടക്കി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ വെച്ച് വരുമ്പോൾ ഇതിങ്ങനെ കിട്ടും നമുക്ക്. ഇനി ആ ലൂപ്പിൻ്റെ ഇടയിലെല്ലാം നമുക്ക് ഷോ ബട്ടൺ വരുന്ന രീതിയിൽ ഒന്ന് വെച്ച് കൊടുക്കണം കേട്ടോ. അത് ഫൈനലി നമുക്ക് ചെയ്യേണ്ട ഒരു വർക്കാണ്. ഇനി ഇപ്പോൾ നമ്മൾ ചെയ്യേണ്ടത്, മേലെ നമ്മൾ ആ ഒരു റൗണ്ട് എടുത്തിരുന്നല്ലോ, അതിൻ്റെ ഒരു പോർഷൻ നമുക്ക് ഫിനിഷ് ചെയ്യണം. അപ്പോൾ നമ്മൾ മറച്ച് അയൺ ചെയ്ത് വന്നപ്പോഴത്തേന് നമുക്ക് ഇങ്ങനെയാണ് കിട്ടിയിരിക്കുന്നത്. ഈ ഓപ്പണിങ്ങിൻ്റെ പോർഷൻ നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണമെങ്കിൽ കൊടുക്കാം, അല്ലെങ്കിൽ അങ്ങനെ ഓപ്പണിംഗ് ആയിട്ട് കിടക്കുന്ന രീതിയിൽ തന്നെ വേണമെങ്കിൽ ചെയ്യാം കേട്ടോ. ഓക്കെ, ഇനി നമുക്ക് കോളർ വെച്ച് കൊടുക്കണേ. അപ്പോൾ ക്യാൻവാസ് ഈ കാണുന്ന രീതിയിലാണ് ഞാൻ ഇട്ടിരിക്കുന്നത്. അപ്പോൾ ചെറിയൊരു ഭാഗം ഫോൾഡാണ് വന്നിരിക്കുന്നത്. റൈറ്റ് സൈഡിൽ ഫോൾഡാണ് ഇപ്പം ഞാൻ കൈവച്ചിരിക്കുന്ന ഭാഗം. ഇപ്പറേ സൈഡ് ഫ്രണ്ടിലേക്ക് വരുന്ന ഒരു ഭാഗമാണ്. അപ്പോൾ നമ്മൾ ഈ കാണുന്ന രീതിയിൽ ഒന്ന് സ്ട്രെയിറ്റ് ആയിട്ട് ആദ്യം സ്കെയിൽ വെച്ച് വരച്ചെടുക്കുകയാണ് ഞാൻ കോളർ ചെയ്യുന്നത്. മുന്നുള്ള വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് തന്നെ പറഞ്ഞു തന്നിട്ടുണ്ട്. കണ്ടിട്ടില്ലാത്തവർ ഒന്ന് പോയി കണ്ടു നോക്കിയിട്ട് വരാണെങ്കിൽ നിങ്ങൾക്ക് ഈ കോളർ ചെയ്യാനായിട്ട് കുറച്ചും കൂടി ഉപകരിക്കും കേട്ടോ. അപ്പോൾ സ്ട്രെയിറ്റ് ലൈൻ വരച്ച് എടുത്തതിന് ശേഷം അതിൽ ആ എൻഡിങ്ങിൻ്റെ ഫ്രണ്ടിൽ നെക്കിൻ്റെ ആ പോർഷനിലേക്ക് വരുമ്പോൾ മാത്രം ഒന്ന് കർവ് ചെയ്തെടുക്കുകയാണ്. കോളർ ആ ടോപ്പിൻ്റെ പീസ് ഈ കാണുന്ന രീതിയിൽ കൃത്യമായിട്ടൊന്ന് വെച്ച് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് കോളർ കട്ട് ചെയ്തെടുക്കാനായിട്ട് വളരെ എളുപ്പമായിരിക്കും. അപ്പോൾ ക്യാൻവാസ് കട്ട് ചെയ്തെടുത്തു. ഇനി നമുക്ക് ആ നെറ്റ് പീസ് ആദ്യം വിരിച്ചിട്ടു, ലൈനിങ്ങിൻ്റെ പീസ് വിരിച്ചിട്ടു. അതിൻ്റെ മേലെ കൂടെ ക്യാൻവാസ് വെച്ച് അയൺ ചെയ്ത് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് എടുത്തേക്കാണ്. 2 പീസും വെച്ച് ഈ കാണുന്ന രീതിയിൽ നമ്മളൊന്ന് സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ എന്ത് ചെയ്യണം, ഏറ്റവും സിമ്പിളായിട്ട് എങ്ങനെ കോളർ വെക്കാമെന്നാണ് പറഞ്ഞു തരുന്നത്. അപ്പോൾ നമ്മൾ മറിച്ചതിന് ശേഷം ഒന്ന് നമ്മൾ ആ ഒരു
പൊളിഞ്ഞിരിക്കുന്ന ഒരു പോർഷൻ ഉണ്ടല്ലോ, ആ വാ തുറന്നിരിക്കുന്ന ഭാഗത്തിനെ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്, ഒന്നിപ്പിച്ചിട്ടുണ്ട് കേട്ടോ. ഇനി ഇതീ കാണുന്ന രീതിയിൽ സെൻറ്റർ പോർഷൻ വെച്ച് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ്. ആ വി നോച്ച് കൊടുത്തിട്ടുണ്ടല്ലോ, അവിടെ നിന്നാണ് രണ്ട് സൈഡിലേക്കും നമ്മൾ സ്റ്റിച്ച് കൊടുക്കുന്നത്. അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. സെൻറ്റർ ഒന്ന് നമ്മൾ ആദ്യം ജോയിൻ ചെയ്തെടുക്കുകയാണ്. ആ വി നോച്ചിൻ്റെ അവിടെ ജോയിൻ ചെയ്തിട്ട് ഒരു ഭാഗത്തേക്ക് നമ്മൾ സ്റ്റിച്ച് കൊടുക്കുകയാണ്. അപ്പോൾ സ്റ്റിച്ച് കൊടുക്കുമ്പോൾ ആദ്യം ഫ്രണ്ടിലേക്ക് നമ്മൾ പോരുന്നു. ആ വി നോച്ചിൻ്റെ അവിടെ നിന്ന് ഫ്രണ്ടിലേക്ക് ഒരു സൈഡിലേക്ക് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് പോരാണ്. അപ്പോൾ ഷോൾഡറിൻ്റെ ആ ഒരു സ്റ്റിച്ച് വരുന്നുണ്ടല്ലോ, അത് നമുക്ക് ബാക്കിലെ നെക്കിൻ്റെ ആ ഭാഗത്തേക്കായിട്ട് വെച്ച് കൊടുക്കാം കേട്ടോ. ഫ്രണ്ട് നെക്കിൻ്റെ ഭാഗത്തേക്കല്ല വരുന്നത്, ബാക്ക് നെക്കിൻ്റെ ഭാഗത്തേക്കാണ് ഷോൾഡറിൻ്റെ സ്റ്റിച്ച് നമുക്ക് മറിച്ച് കൊടുക്കേണ്ടത്. ഇനി നമ്മളിങ്ങനെ വളരെ ശ്രദ്ധിച്ച് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് പോരാ. അത്രയ്ക്ക് എത്തിക്കഴിയുമ്പോഴത്തേനും നമുക്ക് ആ തുമ്പിലോട്ട് വരുമ്പോൾ കുറച്ച് ഡൗട്ടൊക്കെ തോന്നും, എത്തില്ലേ, ഫിനിഷിംഗ് ആയി കിട്ടുമോ എന്നൊക്കെ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, അവിടെ സ്റ്റിച്ച് നിർത്തി ഒന്ന് ഈ തുമ്പിൽ നിന്ന് സ്റ്റിച്ച് ചെയ്ത് പോരാ കേട്ടോ. അങ്ങനെ ആ ഒരു പോർഷൻ ഫിനിഷ് ചെയ്തെടുക്കാം. പിന്നീട് നമ്മൾ ആദ്യം തുടങ്ങിയോടത്തുനിന്ന് ആ വീനോച്ചിൻ്റെ അവിടെ നിന്ന് പിന്നെയും ഇപ്പുറേ സൈഡിലേക്കുള്ള സ്റ്റിച്ച് ചെയ്ത് തുടങ്ങുകയാണ്. ഓക്കെ, അപ്പോൾ അങ്ങനെ ചെയ്ത് വന്ന് ഇവിടെയും തുമ്പെത്തുമ്പോൾ നമ്മുടെ കൺഫ്യൂഷൻ തീർക്കാനായിട്ട് നമ്മൾ എന്ത് ചെയ്യണം, അവിടെ ഒന്ന് വെച്ച് നിർത്തിയിട്ട് ആ തുമ്പിൽ നിന്ന് തുമ്പ് കറക്റ്റ് ചെയ്ത് വെച്ച് തുമ്പിൽ നിന്ന് സ്റ്റിച്ച് ചെയ്ത് നമ്മൾ ഫിനിഷ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഒരു സ്റ്റിച്ച് നമ്മൾ അങ്ങനെ കൊടുത്തു കഴിയുമ്പോഴത്തേനും നമുക്ക് കോളറിൻ്റെ പോർഷൻ നല്ല ക്ലീനായിട്ട് കിട്ടും. ഓക്കെ, എത്ര തന്നെ കോളർ അടിക്കാനായിട്ട് സെറ്റാക്കാനായിട്ട് അറിയാത്തവരാണെങ്കിലും ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് നല്ല കോൺഫിഡൻസോട് കൂടി തന്നെ ചെയ്തെടുക്കാനായിട്ട് പറ്റും കേട്ടോ. അപ്പോൾ അതിനാണ് ഈ ഒരു മെത്തേഡിൽ ഞാൻ കാണിച്ചു തരുന്നത്. പിന്നെ നമ്മളിത് ഇത്രയും ചെയ്തെടുക്കുമ്പോൾ നമുക്കവിടെ തയ്യൽ തുമ്പ് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ ആ തയ്യൽ തുമ്പ് എങ്ങനെയാണ് ഫിനിഷ് ആക്കേണ്ടതെന്നും കൂടി പറഞ്ഞുതരാം. ഓക്കെ, ഇവിടെ നമുക്ക് ആ സ്റ്റിച്ചൊക്കെ കാണുന്നുണ്ടല്ലോ, കോളറിൻ്റെ പോർഷനിൽ തയ്യൽ തുമ്പ് കൃത്യമായിട്ട് തന്നെ കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ നമ്മളവിടെ ഒരു ബയാസ് പീസ്, ക്രോസ് പീസ് കട്ട് ചെയ്തെടുത്തിട്ട് നമ്മളവിടെ വെച്ച് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കേണ്ടതുണ്ട്. കോളറിൻ്റെ ഭാഗത്താണ് നമ്മൾ ആ ഒരു പീസ് വെച്ച് സ്റ്റിച്ച് ചെയ്തിരിക്കുന്നത്. ശേഷം ഈ കാണുന്ന രീതിയിൽ നമ്മളൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാൻ കേട്ടോ. ആ കോളർ വെച്ചിരിക്കുന്ന അത്രയും റൗണ്ട് ഫുള്ള് നമ്മൾ ഈ കാണുന്ന രീതിയിൽ ഒന്ന് ചെരിച്ച് കട്ടിങ് ആയിട്ട് കൊടുക്കുകയാണ്. അത് നമുക്ക് കോളറിൻ്റെ വർക്കെല്ലാം കഴിഞ്ഞ് ഫിനിഷിംഗ് ആയിട്ട് നമ്മൾ ഇടാൻ നേരത്ത് നമുക്കൊരു ടൈറ്റായിട്ട് തോന്നരുത്, നല്ല സ്ട്രെയിറ്റ് ആയിട്ട് തന്നെ നമ്മൾ ഉദ്ദേശിച്ച രീതിയിൽ കോളർ നമുക്ക് നിൽക്കണം എന്നുണ്ടെങ്കിൽ ഈ കാണുന്ന രീതിയിൽ ഒന്ന് കട്ട് ചെയ്ത് കൊടുത്തിട്ട് വേണം നമ്മൾ ഈ 1/4 ഇഞ്ച് തയ്യൽ തുമ്പിൽ ഒന്നവിടെ സ്റ്റിച്ച് ചെയ്ത് എടുക്കാനായിട്ട് കേട്ടോ. അപ്പോഴാണ് നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ ഇത് വളഞ്ഞ് പൊളിഞ്ഞ് എന്താ പറയുക, ഫ്ലെക്സിബിളായിട്ട് നമുക്ക് കിട്ടുള്ളൂ. അപ്പോഴാണ് നമുക്ക് കറക്റ്റായിട്ട് കോളർ ഫിറ്റിംഗ് ആയിട്ട് ഇടാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ നമുക്ക് പെർഫെക്റ്റായിട്ട് കോളറിൻ്റെ പോർഷൻ കിട്ടില്ല. ഓക്കെ, ഇത്രയും നിങ്ങൾക്ക് ക്ലിയർ ആയല്ലോ. ഇനി അവിടെ എന്തെങ്കിലും എക്സ്ട്രാ മെറ്റീരിയൽ നിൽക്കുന്നുണ്ടെങ്കിൽ അതെല്ലാം റിമൂവ് ചെയ്യാം. ശേഷം ഞാൻ അവിടെ ഹെം ചെയ്ത് എടുത്തിരിക്കുകയാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമുക്ക് ഈ കോളറിൻ്റെ വർക്ക് വരുന്നത്. കോളറും നെക്കും എല്ലാം കൂടി ഫ്രണ്ട് ഓപ്പണൊക്കെ ആയിട്ടാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. നല്ലൊരു നെക്ക് ഡിസൈനാണ് ചെയ്തിരിക്കുന്നത്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. എന്നിട്ട് എന്തായാലും എൻ്റെ റിസൾട്ട് ഒന്ന് അറിയിക്കണേ. ഇതുപോലെ ചെയ്ത് നോക്കണം എന്നൊക്കെ ആഗ്രഹിച്ചിട്ട് പറ്റാതെ മാറ്റി വെച്ചിരിക്കുന്ന സംഭവങ്ങളൊക്കെ ആയിരിക്കും അല്ലേ. അപ്പോൾ ട്രൈ ചെയ്തിട്ട് എന്തായാലും കമൻറ്റ് അറിയിക്കുക. അതുപോലെ തന്നെ ആവശ്യക്കാരിലേക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ അടുത്ത ദിവസം മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരെയ്ക്കും ബൈ.